Fermi-Dirac statistics. So സാധാരണഗതിയിൽ ഫെർമിയോൺസിനാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെർമിയോൺസ് ഒബേ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. അതായത് ഒരു ക്വാണ്ടം സ്റ്റേറ്റ്സിൽ നോ ടു ഫെർമിയോൺസ് വിത്ത് സെയിം ക്വാണ്ടം നമ്പേഴ്സ്, 4 ക്വാണ്ടം നമ്പേഴ്സ് സെയിം ആയിട്ടുള്ളത് എക്സിസ്റ്റ് ചെയ്യില്ല. അതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ നേരത്തെ കേസിൽ ബോസോൺസിൽ 2 പാർട്ടിക്കിൾസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്താലും നമുക്ക് എന്തായിരുന്നു, വേവ് ഫംഗ്ഷൻ സിമെട്രിക് ആയിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റി സിമെട്രിക് ആയിട്ടാണ് വരുന്നത്. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഒരേ സ്റ്റേറ്റിൽ വരില്ല. ഒരേ സ്റ്റേറ്റിൽ ഇപ്പോൾ ഒരേ ക്വാണ്ടം നമ്പേഴ്സ് ഉള്ളത് വരില്ല. അപ്പൊ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് മൈനസിന്റെ വ്യത്യാസം വരും. സോ വേവ് ഫംഗ്ഷൻ എന്താന്നാ പറയുന്നത്, ആന്റി സിമെട്രിക് ആണെന്നാണ് പറയുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ e⁻α e/kt+1 ആയിരുന്നു. e⁻α നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. n of e കണ്ടുപിടിക്കാൻ g of e × f of e ആണ് ഫോർമുല. അപ്പൊ g of e നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കാനുണ്ട്. e⁻α നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ g of p dp ആയിരുന്നു അറിയാം. ഇതിന്റെ ഫോർമുല നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. പിന്നെ ഇലക്ട്രോൺസ് 2 സ്റ്റേറ്റ്സിൽ 2 സ്പിൻ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ 2 സ്റ്റേറ്റിൽ ഓക്യുപ്പൈ ചെയ്യുന്നത് കാരണം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബോസോൺസിന്റെ കേസിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8πp²dp/v ആവും. ഇവിടെ E = p²/2m ആണ്. അത് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇന്റെ ടേംസിലേക്ക് മാറും. ഡി കണ്ടുപിടിക്കാം, എന്നിട്ട് ഇന്റെ ടേംസിലേക്ക് മാറ്റിയിട്ട് എഴുതുക. പിന്നെ അതെന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് n of e d of e സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇലക്ട്രോൺസിൽ നമുക്ക് ഫെർമി എനർജി ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. ഫെർമി എനർജി എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ് ആണ്. സാധാരണഗതിയിൽ 0 ടെമ്പറേച്ചറിൽ ക്ലാസിക്കൽ സിസ്റ്റം, അതായത് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് എന്താ വെച്ചാൽ എനർജി പ്രോസസ്സ് ചെയ്യില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇൻ കേസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിൽ 0 കെൽവിനിൽ, അതായത് ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ ഇലക്ട്രോൺസിന് എന്തുണ്ട്, ഒരു എനർജി ഉണ്ട്. ആ എനർജിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫെർമി എനർജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഓക്യുപ്പൈഡ് എനർജി സ്റ്റേറ്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ഇനിയിപ്പോ 3 മെറ്റൽസും സെമി കണ്ടക്ടറും ഇൻസുലേറ്ററും വെച്ച് നോക്കുകയാണെങ്കിൽ മെറ്റൽസ് നമുക്കറിയാം എന്തില്ല, എനർജി ഗ്യാപ്പ് ഇല്ല. ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് മെറ്റീരിയൽസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഓവർലാപ്പ് ചെയ്ത് വരും എനർജി, അതായത് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് വരും. മറ്റേതൊക്കെ നോക്കാം സ്പേസ് ഉണ്ട്, സ്പേസ് കൂടുതലാണ് വരുന്നത്. ഓക്കെ, ഫെർമി ലെവല് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കില്ല, എന്താന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഡിറ്റർമിൻ ചെയ്യാനും. സോ 0 എനർജിയിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആൽഫ എന്ന് പറയുന്നത് കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ്. അതിന് നമ്മൾ e⁻ef/kt എന്നാണ് പറയുന്നത്. മൈനസ് സൈൻ ഉണ്ട്. EF ഫെർമി എനർജിയാണ്. അപ്പോൾ ആൽഫയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താവും, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ e⁻ef/kt+1 ആയിട്ട് മാറും ഫോർമുല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, EF കണ്ടുപിടിക്കണം. അതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെന്റ് കേസസ് ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്താണ് ഫെർമി എനർജി? 0 കെൽവിനിലാന്ന് പറഞ്ഞു. ഈ > ആകുമ്പോൾ അതിന്റെ വാല്യൂ എന്ത് വരും, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്തായാലും വരും, 0 ആയിട്ട്. ഇപ്പൊ ഈ <EF ആകുമ്പോൾ എക്സ്പോണൻഷ്യൽ ഇത് നെഗറ്റീവ് ആവും. e⁻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 0 ആയിപ്പോൾ. സോ ഇറ്റ് ഈസ് 1. ഇനിയിപ്പോ ഈ t> 0 EF ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1/2. മാക്സിമം എന്ന് പറഞ്ഞാൽ 1/2 ആണ് വരുന്നത്. t> 0 മാക്സിമം വാല്യൂ 1 ആണ്. 1ന്റെ 0ന്റെ ഇടയിലാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ വരുന്നത്. t> 0 EF 1/2 ആണ് വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി നമുക്കത് ഫെർമി എനർജി എന്ത് ചെയ്യണം, ഡിറ്റർമിൻ ചെയ്യണം. ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ നമ്പർ n എടുക്കുക. അപ്പൊ n = 0 to EF ഇന്റഗ്രേറ്റ് ചെയ്യുക, g of e d. ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ n കിട്ടും അല്ലെ. അതായത് അത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണിത്. അതിന് 0 to EF വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇത് കിട്ടും, ഫെർമി എനർജി കിട്ടും എന്നാണ് പറയുന്നത്. സോ n നമ്മൾ കൊടുക്കുക, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e⁻1/2 വരും. e⁻1/2 എന്ന് പറഞ്ഞാൽ e⁻3/2/3/2 ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തിട്ട്
എഴുതുക. സിംപ്ലിഫൈ ചെയ്തിട്ട് വരുമ്പോൾ ഈ raised to 3/2 വരും. ബാക്കിയൊക്കെ കോൺസ്റ്റൻസ് ആണ്, അതെല്ലാം എടുക്കുക. അപ്പം ദിസ് ഫോർമുല ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോബ്ലം സാധാരണ ചോദിക്കുന്നുണ്ട്. EF is equal to h²/2m 3n/8πv all raised to 2/3. ഇതാണ് ഫെർമി എനർജി ഡിറ്റർമിൻ ചെയ്യാനുള്ള ഫോർമുല. ഈ ഫോർമുല നമുക്ക് ആവശ്യമില്ല. ആവറേജ് ഇലക്ട്രോണിന്റെ എനർജി കണ്ടുപിടിക്കും ഈ ഫോർമുല നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെക്കണം, ഈ ഒരു ഫോർമുല ഓർത്ത് വെക്കണം. പിന്നെ ഇതിൽ കണ്ടുപിടിക്കാൻ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രോൺ എനർജി ഡിസ്ട്രിബ്യൂഷൻ ആണ്. EF ടേംസിലേക്ക് മാറ്റി എഴുതണം. ഇവിടെ ഞാൻ പറഞ്ഞ ആ ഇക്വേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, ഇത് നമ്മൾ 8πv ഈ ഒരു സംഭവമല്ലേ, 8πv m⁻³ എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3/2n EF⁻³ ഇതിനെ അങ്ങോട്ടേക്ക് എടുക്കുക. ഓക്കെ, ദിസ് ക്വാണ്ടിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, 3/2n e⁻³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മൊത്തം എന്തായിട്ട് മാറും, EF ടേംസിലേക്ക് മാറും. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് EF ടേംസിലേക്ക് മാറ്റി എഴുതിയതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ആവറേജ് ഇലക്ട്രോൺ എനർജി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇന്റഗ്രൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ v കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു n(v) dv ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ e കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക n(v) dv കണ്ടുപിടിക്കുക. പിന്നെ ഇതിലൊരു അസംഷൻ ഉണ്ട്, t = 0 ആകുമ്പോൾ e⁻² ആ ടേം ഉണ്ടാവില്ല, അത് 0 ആയി പോകും. പിന്നെ അത് ഇന്റഗ്രൽ എന്തെങ്കിലും കുറച്ചുകൂടി സിമ്പിൾ ആവും. സിമ്പിൾ ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. e⁻³ വരുള്ളൂ. ഈ EF കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുത്തു. e⁻³ വരുള്ളൂ. അപ്പോൾ 5/2/5/2 വരും. സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒട്ടാകെ നമുക്ക് എന്ത് കിട്ടും, E0 എന്ന് പറഞ്ഞാൽ 3/5n EF വരും. E0/n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/5 EF എന്നുള്ള ഫോർമുലയിലേക്ക് കിട്ടും. ഇതും കണ്ടുപിടിക്കാൻ ചോദിക്കലുണ്ട്. ആവറേജ് ഇലക്ട്രോൺ എനർജി അറ്റ് ആബ്സല്യൂട്ട് 0 കണ്ടുപിടിക്കാനും സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. ഇതാണ് ഫോർമുല. 3/5 EF ആണ് കിട്ടുന്നത്. എക്സ്പ്രഷൻ ഓഫ് ആവറേജ് എനർജി 0 കെൽവിനിൽ നിന്ന്. പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ വെച്ചാൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. അതായത് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇലക്ട്രോൺസിന് 0 എനർജി എന്ന് പറഞ്ഞത് E = kT ആകുമ്പോൾ T 0 ആകുമ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ എനർജി 0 ആവും. പക്ഷെ ഫെർമി ഡിറാക്കിൽ എന്തല്ല, 0 അല്ല, അത് പ്രോസസ് എനർജി എന്നാണ് പറഞ്ഞത്, ഫെർമി എനർജി. അപ്പോൾ കുറെ മെറ്റൽസ് ഉണ്ട്, അതിന് ഫെർമി എനർജി കൊടുത്തത് നോക്കുക. അതിലും ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ വോൾട്ടിൽ ടെമ്പറേച്ചർ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എനർജി തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റാർസിന്റെ ഒക്കെ എനർജി തന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാർസിലൊക്കെയാണ് ഡീജനറേറ്റ് ഇലക്ട്രോൺസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്, ഫെർമി എനർജിക്കൊക്കെ. അപ്പോൾ ടെമ്പറേച്ചർ കുറവുള്ള സ്ഥലത്ത് എങ്ങനെ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കാം. അതായത് ഈ എനർജി എന്ന് പറഞ്ഞാൽ KT ആണല്ലോ. T എന്ന് പറഞ്ഞാൽ എനർജി പറഞ്ഞാൽ KT ആണ്, T എന്ന് പറഞ്ഞാൽ എനർജി/K ആണ്. അപ്പൊ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, സ്റ്റാർസിൽ എങ്ങനെയാ വരിക നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഡീജനറേസി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും കൂടെ പറയുന്നുണ്ട്. ഡീജനറസി പ്രഷർ എന്ന് പറയുന്നുണ്ട്. അതായത് ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റിൽ സെയിം എനർജിയുടെ സ്റ്റേറ്റ്സിനൊക്കെ നമ്മൾ ഡീജനറേറ്റ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇലക്ട്രോൺ ഡീജനറസി എന്ന് പറഞ്ഞാൽ അതിൽ ഡിഫറെന്റ് ആണ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആണ് സ്റ്റേറ്റ്. അതിപ്പോ സൂപ്പർ കണ്ടക്ടിവിറ്റിയിലൊക്കെ കണ്ടില്ലേ, കൂപ്പർ പ്ലെയേഴ്സിന്റെ സ്റ്റേറ്റ്. അതുപോലെ 0 കെൽവിനിൽ ഇലക്ട്രോൺസ് മെറ്റൽസിന് ഒരു സ്റ്റേറ്റ് ഓഫ് അഫെയർ ഉണ്ട്, അതിന് നമ്മൾ ഇലക്ട്രോൺ ഡീജനറസി എന്ന് പറയും. അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന് നമ്മൾ ഡീജനറസി പ്രഷർ എന്നും പറയും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് ഡാർഫിന്റെ കേസിലാണ്. വൈറ്റ് ഡാർഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏജ്ഡ് സ്റ്റാറിനെയാണ് വൈറ്റ് ഡാർഫ് എന്ന് പറയുന്നത്. അതിന്റെ യങ്ങർ സ്റ്റേജില് ഗ്രാവിറ്റേഷണൽ പുള്ളും അതുപോലെ ഈ റേഡിയേഷൻ പ്രഷറും കാരണം അത് ബാലൻസ് ചെയ്തിട്ട് അത് അതിന്റെ ഷേപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, സ്റ്റാറിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ ഫൈനലി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. റേഡിയേഷന്റെ പ്രഷറും അതുപോലെ ഗ്രാവിറ്റേഷൻ പുള്ളും ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാർ എന്ത് ചെയ്യും, കൺട്രാക്ട് ചെയ്യും. കൺട്രാക്ട് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യും, ഫെർമി എനർജി വലിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് വരും, ഇലക്ട്രോൺസ് എന്തായിട്ട് മാറും, ഡീജനറേറ്റ് ഗ്യാസ് ആയിട്ട് മാറും. പിന്നെ ഈ ഡീജനറേറ്റ് ഗ്യാസ് ആയി കഴിഞ്ഞാൽ ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറും ഗ്രാവിറ്റേഷൻ പ്രഷറും എന്ത് ചെയ്യും, ബാലൻസ് ചെയ്തിട്ടാണ് പിന്നെ വൈറ്റ് ഡാർഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അത് ഷൈൻ ചെയ്ത് അവസാനം എന്തായിട്ട് മാറും, ഫ്യൂവൽ കത്തിത്തീർന്നിട്ട് ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡീജനറേറ്റ് ഗ്യാസിന്റെയും ഡീജനറേറ്റ് പ്രഷർ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത് എവിടെയാണ്, വൈറ്റ് ഡാർഫിന്റെ കേസിലാണ്. ഓക്കെ, ഫെർമിന്റെ ഇലക്ട്രോൺസിന്റെ കൺസെപ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട്
കിട്ടത്തക്ക രീതിയിൽ നമുക്ക് വൈറ്റ് ഗ്രാഫിൽ യൂസ് ചെയ്യാം.